ഹലോ, ഗുഡ് ഈവനിങ്. നാളെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള മാവ് നമുക്കൊന്ന് തയ്യാറാക്കി വയ്ക്കാം. ഇത് സാദാ പച്ചരിയാണ് കേട്ടോ. പച്ചരി ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകിയെടുത്തതാണ്. അപ്പോൾ നമുക്ക് പച്ചരി ചേർക്കാം. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് അവലാണ് കേട്ടോ. അവൽ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതി. ഇത് മട്ട അവലാണ്. അവലോ ചോറോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ചോറായിരുന്നു, അപ്പോൾ ഈ ആഴ്ച അവൽ ചേർക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു വെള്ള അവലാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുന്നത്, കാരണം അപ്പത്തിനൊരു നല്ല കളറ് വരുമല്ലോ. ഇപ്പം മട്ടാവലാകുമ്പോൾ അപ്പത്തിൻ്റെ വൈറ്റ് കളർ അത്ര വൈറ്റ് കളർ ഉണ്ടാവില്ല. അപ്പോൾ ഈ അവൽ നന്നായിട്ട് കഴുകി ഇത് ചേർത്തു. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ചേർത്തു. നമുക്ക് തേങ്ങാ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചരയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം തേങ്ങാ വെള്ളം ഉണ്ടായില്ല, അതാണ് ഞാൻ ഒഴിച്ചരയ്ക്കുക. തേങ്ങാ വെള്ളം ഉള്ളെങ്കിൽ ഞാൻ അത് ഒഴിച്ചരയ്ക്കാറുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റ് ചേർത്തിട്ട് കുറച്ച് ജീരകവും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അമ്മയൊക്കെ ഇങ്ങനെ ചേർത്ത് കണ്ടിട്ടുണ്ട് ജീരകം. അപ്പോൾ ഞാൻ ജീരകം ഇടയ്ക്ക് ചേർക്കാറുണ്ട്, മിക്കവാറും മറന്നു പോവും. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാണ്. നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ തവി കൊണ്ട് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യണത്, കൈ കൊണ്ട് ഇളക്കാറില്ല. കാരണം ചിലർ പറയും കൈ കൊണ്ട് ഇളക്കിയാൽ പുളിക്കും, പക്ഷെ അല്ലാണ്ട് തന്നെ പുളിക്കുമല്ലോ. പിന്നെ ഇതിനെ നമ്മൾ കൈ ഇട്ട് ഇളക്കണത്. ഞാൻ അരി ഉഴുന്ന് അരച്ചാലും അതെ, തവി കൊണ്ടാണ് ഇളക്കണത്. മുമ്പൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കള്ള് ഒഴിച്ചാണ്, അപ്പോൾ വീട്ടിൽ കള്ളി എത്തുമായിരുന്നു. അപ്പോൾ ആ കള്ളി ചേർത്തുള്ള അപ്പത്തിൻ്റെ സ്വാദ് ഇങ്ങനെ മനസ്സിലേക്ക് വരണം. അപ്പോൾ നമ്മൾ അത് അടച്ച് വെച്ച് എടുത്ത് വയ്ക്കുക. അതേ ഇപ്പം ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരത്ത് നോക്കിയതാണ് കേട്ടോ. അതേ പുളിച്ച് പൊന്തിയിരിക്കണു. അപ്പോൾ ഇനി എന്ത് ചെയ്യും, ഞാനത് അങ്ങനെ തന്നെ അടച്ചിട്ട് ഇളക്കുകയൊന്നുമില്ല. അപ്പോൾ രാത്രിയിൽ തന്നെ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് എടുത്ത് അത് പുറത്ത് വെച്ചു. അപ്പോൾ കാണുന്ന കാഴ്ച കേട്ടോ ഇത്. അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്, കുറച്ചൊന്നും താന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പത്തിലെ കള്ളി ചേർത്ത് അപ്പം ഉണ്ടാക്കുന്ന, അത് 2 തരത്തിലുള്ള അപ്പം ഉണ്ടാക്കുമായിരുന്നു, പാലപ്പവും അപ്പവും. അതെന്താ അതിൻ്റെ വ്യത്യാസം എന്ന് എനിക്കറിയില്ല. ചിലത് അരി പൊടിച്ചിട്ട് കലക്കി ഉണ്ടാക്കുന്നുണ്ട്, അരി അരച്ചിട്ട് കലക്കി ഉണ്ടാക്കുന്നുണ്ട്, കുറുക്കി ചേർത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതിലേതാണ് പാലപ്പം അപ്പം അതെനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും അപ്പച്ചട്ടിയിൽ ചുറ്റിച്ചെടുക്കണതാണ് പാലപ്പം എന്നറിയായിരുന്നു. അന്ന് 2 രീതിയിലുണ്ടാക്കുക. അരിപ്പൊടി കലക്കിയിട്ടും ഉണ്ടാക്കുമായിരുന്നു, അരി അരച്ച് കള്ളം ഒഴിച്ചിട്ട് ഈസ്റ്റ് ഒന്നും വെച്ചിട്ടും ഉണ്ടാക്കുമായിരുന്നു, പിന്നെ കുറുക്കി ചേർക്കുമായിരുന്നു. ഇത്രയൊക്കെ അറിയാം. അതിൽ പാലപ്പം അപ്പം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. ഇനി ചുടാറാകുമ്പോൾ എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത് വെച്ച അപ്പം ഉപ്പിട്ട് അടച്ച് വെച്ച അപ്പമാണ്. വീണ്ടും അത് പുളിച്ച് പൊന്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഇളക്കാതെ ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ ചുടുകയാണെങ്കിൽ നല്ല സൂപ്പർ അപ്പമായിരിക്കും കേട്ടോ. അല്ലെങ്കിലും നല്ല സോഫ്റ്റ് തന്നെയാണ്. അങ്ങനെ അമ്മ പറയണ കേൾക്കാം, അതിങ്ങനെ ഇളക്കരുത്, ഇളക്കാതെ മുകളിൽ നിന്ന് തന്നെ എടുത്ത് അപ്പം ചുടണമെന്ന്. അപ്പോൾ ഞാനിന്ന് അപ്പച്ചട്ടിയിലാട്ടോ. ഞാൻ 2ലും ഉണ്ടാക്കും, ദോശക്കല്ലിലും ഉണ്ടാക്കും, അപ്പച്ചട്ടിയിലും ഉണ്ടാക്കും. അത് രാവിലെ എണീക്കുന്ന മൂടനുസരിച്ചിരിക്കും. ചില ദിവസം തോന്നും എന്നാ ദോശക്കല്ലിൽ അരയ്ക്കാതെ. മാവ് ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ 2ലും മാറി മാറി ചൂടും. അപ്പോൾ നമുക്ക് അപ്പച്ചട്ടി ചൂടായി അതിലേക്ക് മാവ് ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ച് അടച്ച് വയ്ക്കാം. ഒരു വേവുന്ന വരെ 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത്. നോക്കുക. നല്ല സോഫ്റ്റ് അപ്പാണല്ലേ, നല്ല ചുറ്റിലും നല്ല ലേസ് ഇട്ട പോലെ ആയിട്ടുണ്ട് അല്ലേ, നല്ല സൂപ്പർ അപ്പായിട്ടില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ കൈ കൊണ്ടൊന്നും ഇളക്കാതെ മാവ് വെച്ചിട്ട് നന്നായിട്ട് പൊളിച്ചില്ലേ. ഇനി ഞാനൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഈ ചുറ്റിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സൂത്രപ്പണി ചെയ്യാം. ഇത് കണ്ടോ, വെച്ചിട്ട് നമ്മൾ ദോശക്കല്ലിൽ പരത്തണാൾ പരത്തിയാൽ മതി, മാവ് താഴേക്ക് തന്നെ ഒഴുകി വരുമല്ലോ. അങ്ങനെ വെച്ചിട്ട് ഇനി അതൊന്ന് അടച്ച് വയ്ക്കാം. പക്ഷേ ഇപ്പം അത്രയും അങ്ങനെ കിട്ടിയില്ലെങ്കിലും ഏകദേശമൊക്കെ ഒരുപോലെ ആവും. പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ. കണ്ടോ, അങ്ങനെ തന്നെ വന്നില്ലേ. ഓക്കെ,
അപ്പോൾ ഇത് ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുത്തിട്ട് വരണം. നല്ല സോഫ്റ്റ് അപ്പം റെഡി. അപ്പോൾ നമുക്ക് അപ്പമൊക്കെ കഴിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ബായ്.